ഇനിയൊരു പോർഷൻ പഠിക്കാനുള്ളത് എ സി ത്രൂ പ്യുവർ റെസിസ്റ്റൻസ് ഉണ്ട്, പ്യുവർ കപ്പാസിറ്റൻസ് ഉണ്ട്, പ്യുവർ ഇൻഡക്റ്റൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇതേപോലെ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കുക, സോഴ്സ് വരയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാഫ്, അതായത് വേവ് ഫോം വരയ്ക്കാൻ പറ്റുമെങ്കിൽ വേവ് ഫോം വരയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ ഡെറിവേഷൻസ് ഉണ്ട്, പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് റെസിസ്റ്റൻസിനകത്തൂടെ നമ്മുടെ വോൾട്ടേജ്, റെസിസ്റ്റൻസിൽ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിനകത്ത് എന്തുണ്ടാവും? ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. V = I × R എന്ന് പറയുന്നതായിരിക്കും വോൾട്ടേജ് ഡ്രോപ്പ്. നമ്മൾ എ സി ആണ് കൊടുക്കുന്നത്, അതുകൊണ്ട് എ സി വേവ് ഫോം നമ്മൾ എഴുതുക V = Vm sin ωt എന്നായിരിക്കും. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് എ സിയിലെ വേവ് ഫോം റെപ്രസെൻറ്റ് ചെയ്യുകയെന്ന്, എ സിയിലുള്ള വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ Vm sin ωt എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് V = Vm sin ωt ആണ്. അപ്പോൾ ഈ ആറിനകത്ത് അക്രോസ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് V = I × R ആണ് അല്ലേ. അപ്പോൾ നമുക്കത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്തിട്ട് ഐയുടെ ഒരു ഇക്വേഷൻ ആവും. അപ്പോൾ അത് അതിൽ നിന്ന് I കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് ഇൻറ്റു R ആണല്ലേ, I × R ആണ്. ആറിനെ ഇങ്ങപ്പുറം കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ Vm sin ωt/R എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ സെപ്പറേറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. Vm/R × sin ωt എന്ന് എഴുതും. ഇനി I എപ്പോഴാണ് മാക്സിമം ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ sin ωtയുടെ വാല്യൂ 1 ആവുന്ന സമയത്താണ് ഈ ഐയുടെ വാല്യൂ മാക്സിമം ആവുക അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? I maximum = Im = ഇത് 1 ആയി പോകും. അപ്പോൾ എന്താ Vm/R എന്ന് എഴുതാം. എന്നിട്ട് അതിനകത്ത് ഈ പറഞ്ഞ ആദ്യത്തെ ഇക്വേഷൻ അല്ലേ, I = Vm/R × sin ωt ഇത് മാറ്റിയിട്ട് അതിന് പകരം Im sin ωt എന്ന് എഴുതി. ഓക്കെ, അപ്പം ഇതൊക്കെ പഠിച്ച് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊരു സർക്യൂട്ട് വരയ്ക്കുക, ഇതുപോലെ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. അതിങ്ങനെ വേവ് ഫോം ഇരിക്കുക. നമ്മളൊരു സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വോൾട്ടേജിൻ്റെ വേവ് ഫോമാണ്. അതിന് ഇൻഫേസ് ആയിട്ട് തന്നെ, അതിനകത്ത് തന്നെ അതിന് ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല കണ്ട. V വരച്ചിട്ട് അതിന് താഴെയായിട്ട് തന്നെയാണ് നമ്മൾ Im വരയ്ക്കുക റെസിസ്റ്റീവ് സർക്യൂട്ടിൽ. പക്ഷേ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഒക്കെ വരയ്ക്കുമ്പോൾ ഇതിനകത്ത് മാറ്റം വരും. ഓക്കെ, അതപ്പം പറയാം. പിന്നെ അപ്പോൾ അത് വെക്റ്റർ ഡയഗ്രം ഇങ്ങനെയാണ് വരയ്ക്കുക. വോൾട്ടേജ് ഇങ്ങനെ വരയ്ക്കും. വോൾട്ടേജിൻ്റെ അതേ ആക്സിസിൽ തന്നെയാണ് നമ്മൾ കറണ്ട് വരയ്ക്കുക. കാരണം ഇത് തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, ഇനി ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറയുന്നത് P = V × I വാട്ട്സ് ആണ്. അപ്പം വിയുടെ ഇക്വേഷൻ Vm sin ωt, ഐയുടെ ഒക്കെ ഇക്വേഷൻ Im sin ωt ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് Vmഉം Imഉം നമ്മൾ ഒരുമിച്ച് എഴുതും. sin ωt × sin ωt sin² ωt എന്ന് വരും. എന്നിട്ട് sin² ωtക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടം വരെ അറിയത്തുള്ളെങ്കിൽ ഇവിടം വരെ എഴുതിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇത് Vm/Im / 2, Vm/Im / 2 മൈനസ് Vm/Im cos 2ωt/2 ആവും. അപ്പം എന്താ, ഈ ഒരു ടേം മാത്രമേ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ. ഈ ഒരു ടേം 0 ആയിപ്പോവും കേട്ടോ. ഇത് വേരിയബിൾ ആയതുകൊണ്ട് ഇത് 0 ആയിപ്പോവും. അപ്പം ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ താഴെ ഈ ഇക്വേഷൻ എഴുതുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനകത്ത് കോൺസ്റ്റൻറ്റ് പാർട്ട് ഇത്ര എഴുതി കഴിഞ്ഞിട്ട് ഈ Vm/Im എന്തായാലും ഉണ്ടെന്നറിയാമല്ലോ സർക്യൂട്ട്. ഈ ഇക്വേഷനകത്ത് Vm/Im/2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റേ ഉള്ളൂ. ബാക്കി ഈ ഭാഗം എന്ന് പറയുന്നത്, ബാക്കി പാർട്ട് പിയുടെ ഇക്വേഷനകത്ത് രണ്ട് പിയുടെ ഇക്വേഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഈ കോൺസ്റ്റൻറ്റ് പാർട്ട് എൻ്റെ വേരിയബിൾ പാർട്ട്. കോൺസ്റ്റൻറ്റ് പാർട്ട് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. വേരിയബിൾ പാർട്ട് എന്ന് പറയുന്നത് 0 ആയി പോകും എന്ന് പറഞ്ഞിട്ട് പവർ = Vm/Im/2 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ 2ന് പകരം നമ്മൾ √2 × √2 എന്ന് എഴുതാം. √2 × √2 ചെയ്താലും 2 അല്ലേ വരിക. എന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി Vm/√2 × Im/√2. ഓക്കെ, Vm/√2 എന്ന് വെച്ച് കഴിഞ്ഞാൽ Vrms ആണ്. Im/√2 എന്ന് വെച്ചാൽ Irms ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? P = V × I വാട്ട്സ് എന്ന് കിട്ടും. ഇനി ഒരു കാര്യം പറയുന്നത്, നമ്മൾ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ മാത്രമേ പവർ ഉണ്ടാവുള്ളൂ. ഓക്കെ, ബാക്കി കപ്പാസിറ്റീവ് സർക്യൂട്ടിലും ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇതുപോലൊരു വേവ് ഫോം ആണല്ലേ ഉണ്ടാകുന്നത്. മുകളിലും താഴെയും ഇവിടെ പോസിറ്റീവ് പവറും ഉണ്ടാവും, ഇവിടെ നെഗറ്റീവ് പവറും ഉണ്ടാവും. രണ്ടും ഈക്വൽ ആയതുകൊണ്ട്, രണ്ടും ഈക്വൽ ആവുന്നതുകൊണ്ട് നമ്മുടെ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും കപ്പാസിറ്റീവ് സർക്യൂട്ടിലും പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും കേട്ടോ. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്.